ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദുബായ് ഫ്രെയിമിലേക്കാണ്. നിങ്ങളെപ്പോഴേക്ക് മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ ആയിരിക്കുന്നത്, പക്ഷേ അല്ല, ഞങ്ങൾ ദുബായ് ഫ്രെയിം കാണണമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെ ദുബായ് ഫ്രെയിമിൽ ഞങ്ങൾ അഡൽട്ട്സിനുള്ള ടിക്കറ്റ് എടുത്തു. അങ്ങനെ ടിക്കറ്റ് അഡൽട്ട്സിന് 50 ദിറംസും പിള്ളേർക്ക് 21 ദിറംസുമാണ് അവിടെ വെച്ചിട്ടുള്ളത്. ഞങ്ങളങ്ങനെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്കിങ്ങനെ നമ്മുടെ പണ്ടത്തെ UAE എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ പണ്ടത്തെ ദുബായ് എങ്ങനെയായിരുന്നുള്ളതാണ് കാണിക്കുന്നത്. തുന്നൽ, പിന്നെ പണ്ടത്തെ കച്ചവടം, അതൊക്കെയാണ് അവർ കാണിക്കുന്നത്. പിന്നെ നമ്മളൊരു ലിഫ്റ്റിൽ കയറിക്കാൻ നമ്മൾ സ്ട്രെയിറ്റ് അതിൻ്റെ ടോപ്പിലേക്കാണ് പോവുക. ഓൾമോസ്റ്റ് 38 ലെവൽസ് ഉണ്ട് ദുബായ് ഫ്രെയിമിന്. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി മേലെ എത്തി. മേലെയാണെങ്കിൽ ഒരു നടുക്ക് കൂടെ ഒരു വഴിയുണ്ട്. ആ വഴിയിൽ മൊത്തം ഗ്ലാസ്സാണ്, നമുക്ക് ഇങ്ങനെ അടിഭാഗം കാണാൻ പറ്റും. അങ്ങനെ ഞാനും അമ്മയും കുറച്ചൊക്കെ കയറി നടന്നു. കണ്ണമോനെ നല്ല പേടിയായിരുന്നു, കണ്ണമോനായിട്ട് കയറിയില്ല തീരെ. കണ്ണമോനെ വിളിച്ചിട്ട് കണ്ണമോനെ ഞാനില്ല എന്ന് നമുക്ക് അറിഞ്ഞിരിക്കുകയാണ്. ഞാനും അമ്മയും കയറി. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് വീഡിയോസ് എടുത്തു. അത് കഴിഞ്ഞ് ഒരു സൈഡിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ ഡെവലപ്ഡ് ആയിട്ടുള്ള UAE ആണ് കുറച്ചുകൂടി കാണിക്കുന്നത്. അപ്പുറത്തെ സൈഡിലാണെങ്കിൽ കുറച്ചും കൂടിയും ഓൾഡ് മറ്റേ ടൈപ്പായിട്ടുള്ള ദുബായാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മൾ അടിയത്തെ ഫ്ലോറിലേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് കാണുന്നത് എങ്ങനെയൊക്കെയാണ് ഈ പഴയ ദുബായിൽ നിന്ന് പുതിയ ദുബായോ ആയതെന്നാണ് നമ്മൾ മെയിനായിട്ട് കാണുന്നത്. പിന്നെ ഇവിടെ നമുക്കിങ്ങനെ ബോള് വെച്ചിട്ട് ഇതിങ്ങനെ ജോയിൻ ചെയ്ത് വലിയ ബോളാക്കാൻ പറ്റും. അങ്ങനെ ഗെയിം ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ അവൾ 10 ദിറംസ് കൊടുത്തിട്ടൊരു ഗെയിം കളിച്ചാൽ നമുക്കിതുപോലെ സുവിനിയറായിട്ട് കോയിൻ പോലത്തെ ഒരു സാധനം കിട്ടും. പിന്നെ അവിടെ നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു കാർഡ് കിട്ടും. ആ കാർഡ് കാണിച്ചാൽ നമുക്ക് അവിടുത്തെ ഫോട്ടോസ് കിട്ടും. അപ്പോൾ എല്ലാവരും പോയി വിസിറ്റ് ചെയ്യണം.